രഞ്ജുവിൻ്റെ അപ്പൻ രഞ്ജുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോൾ എന്തെങ്കിലും സങ്കടത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കും. അതാണ് രഞ്ജുവിൻ്റെ അപ്പൻ. അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ ഇതൊന്നും കണ്ടുകൂടാ. കാരണം മോളടുത്ത് കൂടുതൽ സ്നേഹമായിരിക്കണം, ആ പയ്യന്മാരടുത്ത് സ്നേഹമില്ല എന്നുള്ള ഇതിൽ അമ്മ ഒരു രീതിയിൽ. അപ്പോൾ അപ്പയില്ലാത്ത സമയത്ത് രഞ്ജുവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കൂടുതലധികം പണികൾ കൊടുക്കണതും വീട്ടിലങ്ങനെ ഭയങ്കര ഇതാണ്. ഇതൊന്നും അപ്പനറിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ നിന്ന് ഇവൾ കുഞ്ഞല്ലേ, ഇവളെക്കാളും ഒരു വലിയ കുടവും ഒരു വാളിയുമായിട്ട് എന്ത് ചെയ്തു, ഊറ്റുകുഴി പോയി വെള്ളം എടുത്തിട്ട് വരുന്നത് അപ്പൻ ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടുകൊണ്ട് വരുന്നു. അന്നൊരു ലീവ് ദിവസമായിരുന്നു, ശനിയാഴ്ചയായിരുന്നു. അപ്പം വന്നപ്പോഴേ മോളിങ്ങനെ ഏന്തിക്കൊണ്ട് വരുന്നു. അപ്പം ഓടി വന്ന് രാജു ഓടി വന്ന് മോളെ കയ്യിൽ നിന്ന് ഈ വാളിയും വാങ്ങി ഈ കുടത്തിനുള്ള വെള്ളവും വാങ്ങി എടുത്തിട്ട് മോളെ സങ്കടം ഇങ്ങനെ മോളടുത്ത് എന്താ മക്കളെ ഇങ്ങനെ ഇത്രയും വലിയ കുടത്തിൽ ഇത്ര വലിയ വാളിയിൽ എടുത്തിട്ട് വരണേന്ന് ചോദിച്ചു. പറഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് വെള്ളം കോരിക്കൊണ്ട് വരാൻ പറഞ്ഞ് ടാങ്ക് നിറയ്ക്കാൻ പറഞ്ഞ് അത് പെട്ടെന്ന് നിറയാൻ വേണ്ടിയാണ് ഈ വലിയ കുടത്തിൽ ഈ വാളിയിലുമായിട്ട് ഞാൻ എടുത്തിട്ട് വരണത്. അപ്പോൾ രാജു ചോദിച്ചു, നിൻ്റെ അമ്മ കണ്ടാ ഇത് നീ എടുത്തിട്ട് വരുന്നത്? അപ്പോൾ രഞ്ജു പറഞ്ഞു, ഇല്ല അമ്മ കണ്ടില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അമ്മ കണ്ടു, അവളെ മൈൻഡ് ചെയ്തില്ല. അതാണ് അതിൻ്റെ സത്യം. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ, രാജു വീട്ടിൽ വന്നിട്ട് രാജു കള്ള് കുടിക്കും, ഭാര്യയോട് തർക്കിച്ചു. എന്തിനാ നീ കൊച്ചിന് ഇത്രയും വലിയ കുടവും കൊടുത്ത് വിട്ടത്? നീ എന്തിനാ ആ കൊച്ചിനെ ഇട്ട് കഷ്ടപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് രാജു ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ രാജു മരപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവർ രാവിലെ പണിക്ക് വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അവിടെ ഒരു ബോറിങ് കുഴിക്കാൻ വേണ്ടി ഒരു വണ്ടി വരുന്നുണ്ട്. അടുത്തൊരു വീട്ടിൽ ബോറിങ് കുഴിക്കുന്നു. അപ്പോൾ രാജുവിന് ഒരു ആഗ്രഹം, എൻ്റെ വീട്ടിൽ എൻ്റെ മോള് കഷ്ടപ്പെടില്ല ഇങ്ങനെ വെള്ളം കോരി, എൻ്റെ വീട്ടിൽ ഒരു ബോറിങ് കുഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് രാജു ആ ബോറിങ് ചെയ്യുന്ന വണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. രാജുവിന് 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവരുമായിട്ട് കൂടെ നിന്ന് അന്ന് പണിക്ക് പോയില്ല. ഈ വണ്ടീനെ നോക്കി നിന്നിട്ട് ആ വണ്ടീനെ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലെത്തിക്കണം, പൈസയൊന്നും ഇല്ല, ഭയങ്കര ദാരിദ്ര്യമാണ്, എന്നാലും ആ വണ്ടീനെ എത്തിച്ച് ബോറിങ് കുഴിക്കണമെന്ന് രാജുവിന് ഒരേ ആഗ്രഹം. അങ്ങനെ ആ വണ്ടീനെ നോക്കിയിരുന്ന് അവിടെ വന്ന് ആ വീട്ടിൽ ബോറിങ് എല്ലാം ചെയ്തതിന് ശേഷം ഈ വണ്ടിയും കൂട്ടിയിട്ട് രാജുവിൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഭാര്യ ഉടക്കാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ വണ്ടിയൊക്കെ വിളിച്ചിട്ട് വന്നാൽ, എവിടെ നിന്ന് ആരെ കയ്യിലിരിക്കുന്ന പൈസ? അങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു, പൈസയൊക്കെ വരും, എൻ്റെ കൊച്ചിൻ്റെ കഷ്ടപ്പാട് കാണാൻ എന്നെക്കൊണ്ട് പറ്റും